വേണ്ടാന്ന് വെക്കാൻ തന്നെ തീരുമാനിച്ചോ? അമ്മനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞമ്മേ. എന്തിനാണ് മോളെ ഒഴിവാക്കുന്നത്? അമ്മ എനിക്കിപ്പോ പറ്റൂല. ഞാനിപ്പോ പ്രതീക്ഷിക്കാണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. എന്തായാലും എനിക്ക് പറ്റൂല ഇപ്പൊ. എന്തുകൊണ്ട് പറ്റൂലെന്ന്? ഇനി ഒന്നും ചെയ്യണ്ട, എല്ലാം അമ്മ ചെയ്തോളൂ. എന്ത് ചെയ്തോളൂന്ന് പറഞ്ഞാലും എനിക്കിപ്പോ സമയമായിട്ടില്ല. ഇനി ഞങ്ങൾ ആകെ ഒരു വർഷമായിട്ടല്ലേ ഉള്ളൂ അമ്മയെ കല്യാണം കഴിഞ്ഞിട്ട്. മോളെ ഒരു വർഷം കഴിഞ്ഞില്ലേ, ആൾക്കാരൊക്കെ വിചാരം നിങ്ങൾക്ക് ഉണ്ടാവൂല എന്നാ. ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ലല്ലോ. അത് പറഞ്ഞിട്ട് എന്താ? മുമ്പൊക്കെ ദയവായിട്ട് തന്ന നിധി ഇതിനെ ഇനി ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് എപ്പോ തോന്നുന്നോ അപ്പൊ ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ആയാ മതി. ഓനെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല, എൻ്റെ നിർബന്ധത്തിനാണ്. അമ്മ ഇപ്പൊ ഓൻ ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി അമ്മയായിട്ട് പറഞ്ഞ് ഇനി മാറ്റിപ്പിക്കണ്ട. ഇനി ഇങ്ങനെ പറഞ്ഞ് ഓൻ വീണതാ അല്ലേ? അമ്മ ഏട്ടന് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ പറഞ്ഞപ്പോ ഏട്ടൻ വേഗം സമ്മതിച്ചല്ലോ. ഓരോ വയസ്സ് കൂടല്ലേ, ചെറുപ്രായത്തിൽ തന്നെ ഇതൊക്കെ നടക്കണ്ടേ? അങ്ങനെ ആരും എവിടെ എഴുതി വെച്ചില്ല ചെറുപ്രായത്തിൽ തന്നെ നടക്കണമെന്ന്. കുഞ്ഞനെയൊക്കെ അമ്മ നോക്കിക്കോളൂ, മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട. എനിക്ക് കുഞ്ഞനെ നോക്കാത്തുള്ള പ്രശ്നമൊന്നുമല്ല. പിന്നെ അമ്മ ഒരു അമ്മയാവാനുള്ള ഒരു തയ്യാറെടുപ്പ്, അത് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്തായാലും വേണ്ട. അമ്മൻ ഈ കാര്യം പറഞ്ഞിടത്ത് വരികയും വേണ്ട. പിന്നെ ദയവ് ചെയ്ത് ഇപ്പം ഏട്ടൻ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ എന്തായാലും പോയി ഡോക്ടറെ കാണിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി അമ്മ പറഞ്ഞത് മാറ്റാണ്ടിരുന്നാൽ മാത്രം മതി. എൻ്റെ മോൻ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല മോളെ. ഇഷ്ടം ഉണ്ടായിട്ട് ആണെങ്കിലും ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല. എന്തായാലും ഏട്ടൻ ഏകദേശം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മൻ ഈ കാര്യം പറഞ്ഞതിൻ്റെ അടുത്തേക്ക് വരണ്ട. കൃഷ്ണ, ഛർദിക്ക് ഒച്ചേക്കുന്നല്ലോ മോളെ. പിന്നെ ഛർദിക്കാ? അമ്മയ്ക്ക് ഇത് കണ്ടാ മനസ്സിലാവൂലേ? പിന്നെ കിന്നാരം ചോദിക്കാൻ നിൽക്കണോ? ഛർദിയൊക്കെ തുടക്കത്തിലേ ഉണ്ടാവും മോളെ, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എനിക്ക് നല്ലോണം പോലെ എല്ലാം തിന്ന് എല്ലാം ചെയ്യാം. തുടക്കത്തിലും വേണ്ട അവസാനത്തിലും വേണ്ട. എനിക്കിപ്പോൾ അതൊന്നും സഹിക്കാനാവില്ല. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഞങ്ങളൊക്കെ ഉണ്ടായത്. അല്ലാണ്ട് തനിയെ അങ്ങ് പൊട്ടി മുളയ്ക്കൊന്നുമില്ല. ഛർദിയും കുഴച്ചിലും ഒക്കെ ഉണ്ടാവും. എന്ന് വിചാരിച്ച് ആരെങ്കിലും വേണ്ടാന്ന് വെക്കുമോ? അമ്മനോട് ഞാൻ ഇനി എങ്ങനെ പറഞ്ഞു തരണോ? എനിക്കിപ്പോൾ പറ്റൂല. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ്. ഇനിയും ഇതും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്. ഞാൻ എത്ര പ്രാവശ്യങ്ങളോട് പറഞ്ഞ്? എന്നോട് ഇനി എങ്ങനെ പറയാനാ മോളെ? എത്ര നല്ലോണം ഞാൻ പറഞ്ഞു തന്ന്. ഇനി എന്തെങ്കിലും ആയോട്, എൻ്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ഇഷ്ടം പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ആരും ഇതും പറഞ്ഞിടത്തേ വരിക വേണ്ട. എന്തൊരു കഷ്ടമാണ്. അവനൊരു താല്പര്യം ഇഷ്ടം വരണ്ടേ? ഏട്ടാ ഇന്ന് വൈകുന്നേരം എന്തായാലും എനിക്ക് ഡോക്ടറെ അടുത്ത് പോകണം കേട്ടോ. എനിക്ക് വയ്യ ഈ ഛർദിയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ. എന്നോട് എത്ര പറഞ്ഞോ ഞാനും അമ്മേ, ഒന്നും കേട്ടുവിടാങ്കില്ലേ? എനിക്ക് കേൾക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ എങ്ങനെയോ അമ്മനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് വെച്ചതാ നിങ്ങളും കൂടി ഓക്കെ ആണെന്ന്. ഇനി നിങ്ങൾ അമ്മൻ്റെ മുമ്പ് പോയിട്ട് വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട. നീ നൊടിയണ്ട വെറുതെ. ഞാൻ വരുന്നുണ്ട് വൈകുന്നേരം. നീ എപ്പോഴാങ്ങി പഠിക്കാമല്ലോ, ഇത് കിട്ടാണ്ടാവുമ്പോൾ അങ്ങി പഠിച്ചോളൂ. ആയിക്കോട്ടെ, അന്നേരം ഞാൻ പഠിച്ചോളാം. ഇത് നിർത്തിക്കാളെ, ഞാൻ വൈകുന്നേരം വരാറില്ലേ? വൈകുന്നേരം നേരത്തെ വരണം, മഴയാകുമ്പോൾ പോകാൻ പറ്റില്ല. ചേച്ചി കുറേ നേരമായി വന്നിട്ട്? ഓ കുറച്ച് നേരമായി. കുറേ ആളുണ്ടോ ഉള്ളില്? കുറച്ച് ആളുണ്ട്, ഇനി ആളെ കഴിഞ്ഞിട്ടുള്ളൂ. ആണോ? ചേച്ചി ഇവിടെ സ്ഥിരം കാണിക്കുന്നതാണോ? ഓ സ്ഥിരമായിട്ട് കാണിക്കുന്നു. ഡോക്ടർ എങ്ങനെയാ? കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആദ്യമായിട്ട് കാണിക്കാൻ വന്നതാ? ഞാൻ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. എത്ര മാസമായി? 1 മാസം ആയിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഡോക്ടറെ കാണാൻ വന്നത്. അബോർഷൻ ചെയ്യാനോ? ചേച്ചിയെ ഇപ്പം ഞാനൊരു അമ്മയാവാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല. അതുപോലെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് എന്താ പറയുക പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ എന്തായാലും ഇത് ഒഴിവാക്കണം. ഇപ്പം ആയാൽ ശരിയാവില്ല. ഒന്നും കൂടെ ആലോചിച്ചിട്ടൊക്കെ പോരെ? കുറേ ആലോചിച്ച് ചേച്ചിയെ, വീട്ടിൽ നിന്ന് കുറേ പറഞ്ഞതാ. പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ല. ഞങ്ങൾ എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ജീവിതം. അപ്പോഴേക്കും അതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. അതൊക്കെ കുറേ അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്കും കൂടി തോന്നണ്ടേ? ചേച്ചിക്ക് ഇപ്പോൾ എത്ര മാസമായി? എനിക്ക് വിശേഷമൊന്നുമില്ല. ഞാൻ അതിനുള്ള ട്രീറ്റ്മെൻറ്റിന് വന്നതാണ് അവിടെ. ആണോ? മോളെ, 15 വർഷം മുന്നേ എന്നെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ.
പക്ഷെ അന്ന് അങ്ങനെ ചെയ്തതിനെ കൊണ്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്നു. ഞാൻ ഏട്ടനെയും കൂടെ നിർബന്ധിച്ച് ഒരച്ഛനാകാനുള്ള യോഗം പോലും ഇല്ലാണ്ടാക്കിയത് ഞാനാ. അപ്പോൾ ഏച്ചിക്ക് നീ കുട്ടികളുണ്ടാവുമോ? ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞത് 100-ൽ 10% ഉറപ്പ് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഒന്നും അറിയില്ല, ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഏച്ചി ഇവിടെ ട്രീറ്റ്മെൻറ്റിലാണോ? ഈ ഡോക്ടറെ അടുത്താണോ കാണിക്കുന്നത്? ഈ ഡോക്ടറെ അടുത്ത് തന്നെയാണ് കാണിക്കുന്നത്. അന്നേ ഇവിടെ തന്നെയാണ് ഞങ്ങൾ കാണിക്കുന്നത്. എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് മോളെ ഞാൻ പറയുന്നത്, ഇനി ഒരിക്കലും ഒരാൾക്കും ഇങ്ങനെ ഒരു വിധി ഉണ്ടാവരുത്. എൻ്റെ ഏച്ചി പറയുന്ന പോലെ കണ്ടാൽ മതി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കുഞ്ഞിൻ്റെ ജീവനല്ലേ നഷ്ടപ്പെടുത്തുന്നത്. എനിക്കുണ്ടായ ഈ അവസ്ഥ ഇനി വേറൊരാൾക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഏച്ചി, ഞാൻ ഡോക്ടറെ കാണിക്കുന്നില്ല. എനിക്ക് ഈ കുഞ്ഞിനെ നശിപ്പിക്കണ്ട. എനിക്കിനി കുഞ്ഞുണ്ടായില്ലെങ്കിലോ? എനിക്ക് കുഞ്ഞിനെ വേണം ഏച്ചി. ഞാൻ പോട്ടെ. എന്താ പിന്നെ എന്താ കാര്യം പറയും? എന്താ കാണിക്കാണ്ട് പോകുന്നത് ഡോക്ടർ? ഇത്ര നേരം എന്നോട് ഞാൻ ചോദിക്കുന്നത്. ഏടോ മോനെ എന്തറിഞ്ഞ്? ഇതേ മോനെ ഡോക്ടർ എന്തറിഞ്ഞ്? എനിക്കറിയില്ല. നീ ഓ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് പോകുന്നോ കണ്ടിക്ക് ഇറങ്ങുന്നോ കണ്ടിക്ക്. എന്താ പറഞ്ഞ ആർക്കരാ? ഇത്ര നേരം ഞാൻ ചോദിക്കുന്നവരോ ഒന്നും പറയുന്നില്ല. എന്തായി മോളെ, എന്തേറ്റി? ഞാൻ ഡോക്ടറെ കാണിച്ചില്ല അമ്മേ. ആന്തേ? എനിക്ക് ഈ കുഞ്ഞിനെ നശിപ്പിക്കണ്ട. ആവും ചേശ്വര, ഏത് ദൈവങ്ങളായി എന്നെ അത് തോന്നിപ്പിച്ച്. പ്രാർത്ഥന ഈശ്വരൻ കേട്ട്. അതല്ല എന്നോട് ഞാൻ എത്രയോ പറഞ്ഞു തന്നത്. എനിക്ക് ഈ കുഞ്ഞിനെ വേണമ്മേ. ഇനി മോനും ഇഷ്ടമുണ്ടല്ലേ അത് നശിപ്പിക്കാൻ? എൻ്റെ പൊട്ട ബുദ്ധിയിൽ എന്തോ തോന്നിപ്പോയതാ. ഇനി എന്തായാലും ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും. ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ കല്യാണം കഴിഞ്ഞ ആൾക്കാരെന്നോ ചോദിക്കുന്നു. ഇത് എടുത്തിട്ടാളെ എന്നൊക്കെ വേഗം കഴിയും. ഒന്നായി കിട്ടാനാണ്. എത്രയോ ആൾക്കാർ കണ്ണീരും കയ്യായിട്ട് കയ്യാ ദൈവത്തന്മാരെ മുന്നിലുള്ള ഉറുപ്പിയ മുഴുവൻ ചിലവാക്കിയിട്ട്. മോളെ എൻ്റെ തീരുമാനം എന്തായാലും നന്നായി. ഞാൻ അത്രയും ടെൻഷൻ അടിച്ച് നിൽക്കുന്നു കേട്ടോ പറഞ്ഞ്. എനിക്ക് അങ്ങനെ തോന്നിപ്പോ. എന്താ തോന്നാൻ കാരണം? എന്താ പെട്ടെന്ന്? ഒന്നുമില്ല ചേട്ടാ, എനിക്ക് ഡോക്ടറെ കാണിക്കാൻ തോന്നിയില്ല അവിടെ എത്തിയപ്പോ. എന്തായാലും സമാധാനമായി മോളെ. ഏതോ നല്ല കാര്യമോ കണ്ടുണ്ടാവും. അത് തന്നെ. എന്തായാലും നന്നായി മോളെ. ദൈവം കഴിയുമ്പോൾക്ക് നല്ലൊരു കുഞ്ഞിനെ തരട്ടെ. നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഈശ്വരൻ തരട്ടെ. ഇനിയൊന്നും വരൂല എനിക്ക്. ഈശ്വരൻ നമ്മളെ കൂടെ ഉണ്ട്.